പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്ന് നമ്മൾ അഞ്ചാമത്തെ നമ്മുടെ പ്രാക്ടിക്കൽ ഷീറ്റാണ് ഡിസ്കസ് ചെയ്യുന്നത്. കോറിലേഷൻ ആൻഡ് റിഗ്രഷൻ. ഒരു ഡേറ്റ തന്നാൽ അതിൻ്റെ കോറിലേഷൻ കോഎഫിഷ്യൻറ്റിൻ്റെ വാല്യൂ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാമെന്നും അത് തമ്മിലുള്ള റിഗ്രഷൻ എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യാമെന്നും. റിഗ്രഷൻ ലൈൻസ് രണ്ടെണ്ണം ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം, എക്സ് ഓൺ വൈയും വൈ ഓൺ എക്സും. ഇത് രണ്ടും എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് നമ്മൾ പഠിക്കുന്നുണ്ട്. കൂടാതെ എക്സ് വൈ എന്ന് പറഞ്ഞ രണ്ട് ഡേറ്റ തന്നിട്ടുണ്ടെങ്കിൽ, ഒരു ഡേറ്റ തന്നിട്ടുണ്ടെങ്കിൽ എക്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു വൈ വാല്യൂ മിസ്സിംഗ് ആണെങ്കിൽ ആ വാല്യൂ എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യാം, അതുപോലെ തിരിച്ചും വൈക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സ് വാല്യൂ എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് എക്സും വൈയും തമ്മിലുള്ള കോറിലേഷൻ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ ഞാൻ എക്സലിലെ ഡേറ്റ എൻ്റർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ എക്സ് വാല്യൂ, ഇതാണ് നമ്മുടെ വൈ വാല്യൂസ്. ഇത് തമ്മിലുള്ള കോറിലേഷനാണ് നമുക്ക് വേണ്ടത്, കോറിലേഷൻ കോഎഫിഷ്യൻറ്റിൻ്റെ വാല്യൂ. അപ്പോൾ നിങ്ങൾക്കറിയാം, കോറിലേഷൻ കോഎഫിഷ്യൻറ്റിൻ്റെ വാല്യൂ എപ്പോഴും -1നും +1നും ഇടയ്ക്കായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ എളുപ്പത്തിന് ഞാൻ കുറച്ചുകൂടി കോറിലേഷൻ കോഎഫിഷ്യൻറ്റിൻ്റെ വാല്യൂ ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമ്മൾ കോറിലേഷൻ കോഎഫിഷ്യൻറ്റ് ആൻസർ കിട്ടേണ്ട സെല്ലിൽ കൊണ്ടുവന്ന് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഷോർട്ട് കട്ട് മെത്തേഡ് അറിയാം, നിങ്ങൾക്ക് ഷോർട്ട് കട്ട് മെത്തേഡിൽ ചെയ്യാം. പക്ഷേ ആൻസർ പേപ്പറിലേക്ക് ആൻസർ എഴുതുമ്പോൾ യഥാർത്ഥ മെത്തേഡിലേ എഴുതാവൂ. ഈക്വൽ സൈൻ അടിക്കുന്നു. കോറിലേഷൻ കോഎഫിഷ്യൻറ്റിന് കാൽക്കുലേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഫംഗ്ഷനാണ് കോറൽ. എക്സലിൽ ഉപയോഗിക്കുന്ന ഫംഗ്ഷനാണ് കോറൽ. അപ്പോൾ നമുക്ക് CORR എന്ന് അടിക്കുമ്പോൾ തന്നെ കോറൽ വന്നു കഴിയും. നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്ത് കോറൽ ഫംഗ്ഷൻ സെലക്ട് ചെയ്യുന്നു. അവിടെ അറേ 1ഉം അറേ 2ഉം ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ എക്സ് വാല്യൂസ് ആണ് നമ്മുടെ അറേ 1. അപ്പോൾ എക്സ് വാല്യൂസ് സെലക്ട് ചെയ്ത് കൊടുത്തു, കോമ അറേ 2 എന്നുള്ളിടത്ത് വൈ വാല്യൂസ് സെലക്ട് ചെയ്ത് കൊടുക്കുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ അടിക്കുക. അപ്പോൾ ഈ എക്സ് വാല്യൂസും വൈ വാല്യൂസും തമ്മിലുള്ള കോറിലേഷൻ കോഎഫിഷ്യൻറ്റിൻ്റെ വാല്യൂ കിട്ടിക്കഴിയും. നിങ്ങളത് -1നും +1നും ഇടയ്ക്കാണോ എന്ന് കൺഫേം ചെയ്യണം. കാരണം അതിന് പുറത്തൊരു വാല്യൂ കിട്ടിയാൽ നിങ്ങളുടെ ആൻസർ തെറ്റാണ്. ഇങ്ങനെയാണ് ജസ്റ്റ് എക്സും വൈയും തമ്മിലുള്ള കോറിലേഷൻ കോഎഫിഷ്യൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇത് പോസിറ്റീവ് കോറിലേഷൻ ആണ്. അങ്ങനെ എന്തെങ്കിലും അതിൻ്റെ ഇൻഫറൻസ് എഴുതാൻ പറഞ്ഞാൽ അത് നിങ്ങൾ തിയറി പഠിച്ചിട്ടുള്ളതാണ്. 0.47, അത് ഞാൻ കുറച്ചുകൂടി വലുതാക്കി കാണിക്കാം. 0.471 എന്നുള്ളതാണ് ആൻസർ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ പോസിറ്റീവ് കോറിലേഷൻ ആണെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകും. ഇനി നമുക്ക് ഒരു ഡേറ്റ തന്നാൽ അതിൻ്റെ റിഗ്രഷൻ ലൈൻസ്, റിഗ്രഷൻ ലൈൻ വൈ ഓൺ എക്സും റിഗ്രഷൻ ലൈൻ എക്സ് ഓൺ വൈയും എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ ആദ്യം അതിൻ്റെ കുറച്ച് തിയറി പഠിക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് റിഗ്രഷൻ ലൈൻ എക്സ് ഓൺ വൈ. അതിൻ്റെ ഫോമുല നിങ്ങൾക്കറിയാം, അല്ലെങ്കിൽ ഫോം നിങ്ങൾക്കറിയാം. y = ax + b എന്ന ഫോം ആയിരിക്കും, അല്ലേ? സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഫോമിലാണ് നമ്മൾ സാധാരണ ഡിനോട്ട് ചെയ്യുന്നത്. ഇതിൽ നമ്മുടെ ഉദ്ദേശം എയും ബിയും കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ എക്സും വൈയും നമുക്ക് നേരിട്ട് ഡേറ്റ തന്നിട്ടുണ്ട്. എയും ബിയും കാൽക്കുലേറ്റ് ചെയ്യാൻ എ കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന എക്സൽ ഫംഗ്ഷനാണ് സ്ലോപ്പ്, SLOP. ബി കണ്ടുപിടിക്കാൻ യൂസ് ചെയ്യുന്ന എക്സൽ ഫംഗ്ഷനാണ് ഇന്റർസെപ്റ്റ്. ഈ ഫംഗ്ഷൻ രണ്ടെണ്ണം യൂസ് ചെയ്താൽ മതി, നിങ്ങൾക്ക് എയും ബിയും നേരിട്ട് കിട്ടും. ഇനി y ഓൺ എക്സ് ആണെങ്കിലോ, അപ്പോൾ ഇക്വേഷൻ എങ്ങനെ മാറും? x = cy + d എന്ന ഫോമിലാകും. ഇതാണ് y ഓൺ എക്സിന്റെ ഫോം. ഇവിടെ നമുക്ക് സിയും ഡിയും കാൽക്കുലേറ്റ് ചെയ്യാൻ പഴയതുപോലെ തന്നെ സ്ലോപ്പും ഇന്റർസെപ്റ്റും യൂസ് ചെയ്യാം. പക്ഷേ ഇത് തമ്മിലൊരു ഡിഫറൻസ് ഉണ്ട്. റിഗ്രഷൻ ലൈൻ എക്സ് ഓൺ വൈ ആണെങ്കിൽ, ആദ്യത്തെ ഫോം ആണെങ്കിൽ, നിങ്ങൾക്ക് കിട്ടുന്ന വിൻഡോയിൽ, നിങ്ങൾ ഫംഗ്ഷൻ യൂസ് ചെയ്യുമ്പോൾ കിട്ടുന്ന വിൻഡോയിൽ നോൺ എക്സസ് എന്ന് പറഞ്ഞൊരു പോർഷൻ ഉണ്ടാകും, നോൺ വൈസ് എന്ന് പറഞ്ഞൊരു പോർഷൻ ഉണ്ടാകും. ഇവിടെ നോൺ എക്സസ് എന്നുള്ളിടത്ത് എക്സ് വാല്യൂസ് തന്നെയാണ് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. നോൺ വൈസ് എന്നുള്ളിടത്ത് വൈ വാല്യൂസ് തന്നെയാണ് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. അതേസമയം വൈ ഓൺ എക്സ് ആണെങ്കിൽ, റിഗ്രഷൻ ലൈൻ വൈ ഓൺ എക്സ് ആണ് നിങ്ങളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുന്നതെങ്കിൽ, നോൺ എക്സസ് എന്നുള്ളിടത്ത് നിങ്ങൾ വൈ വാല്യൂസ് ആണ് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. നോൺ വൈസ് എന്നുള്ളിടത്ത് എക്സ് വാല്യൂസ് ആണ് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. തിരിച്ചും മറിച്ചും സെലക്ട് ചെയ്ത് കൊടുക്കുക, അത് മാത്രമേ ഉള്ളൂ വ്യത്യാസം. അപ്പോൾ
അപ്പോൾ നമുക്ക് നമ്മൾ ചെയ്ത ഡേറ്റയിൽ തന്നെ റിഗ്രഷൻ ലൈൻ ആദ്യം എക്സ് ഓൺ വൈ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. എക്സ് ഓൺ വൈ കാൽക്കുലേറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ എന്താണ്? എയും ബിയും കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ എ ആണ് നമുക്ക് അറിയേണ്ടത്. ഇവിടെയാണ് എയുടെ വാല്യൂ കിട്ടേണ്ടത്. അപ്പോൾ ആൻസർ കിട്ടേണ്ട സെല്ലിൽ കൊണ്ടുവച്ചു. ഈക്വൽ സൈൻ അടിക്കുന്നു. സ്ലോപ്പ് എന്ന ഫംഗ്ഷൻ ആണെന്നല്ലേ പറഞ്ഞത്? സ്ലോപ്പ് സെലക്ട് ചെയ്ത് കൊടുത്തു. ഇവിടെ നോൺ വൈസ് എന്നൊരു പോർഷൻ ഉണ്ട്. അവിടെ എന്താണ് സെലക്ട് ചെയ്യേണ്ടത്? വൈ വാല്യൂസ് തന്നെയാണ്. വൈ വാല്യൂസ് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. അതിനെ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്ന കോമയാണ്. അതുകൊണ്ട് നമ്മൾ കോമ തന്നെ ഇടുക. ചിലടത്ത് സെമി കോളൻ സെപ്പറേറ്റ് ചെയ്യും. അപ്പം നിങ്ങൾ സെമി കോളൻ തന്നെ ഇട്ട് കൊടുക്കണം. കോമ ഇട്ട് ആൻസർ കിട്ടത്തില്ല ചിലപ്പോൾ. കോമ നോൺ എക്സ് എന്നുള്ള പോർഷനിൽ എക്സ് വാല്യൂസും സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. അത്രേ ഉള്ളൂ. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എ വാല്യൂ കിട്ടി. അടുത്ത നമുക്ക് ബി വാല്യൂ വേണം. അപ്പോൾ ബി വാല്യൂ കിട്ടാൻ ഇന്റർസെപ്റ്റ് എന്നല്ലേ ഫംഗ്ഷൻ? ഇന്റർസെപ്റ്റ് അവിടെ നോൺ വൈസ് എന്നുള്ളത് വൈ വാല്യൂ സെലക്ട് ചെയ്ത് കൊടുക്കുക. കോമ നോൺ എക്സ് എന്നുള്ളത് എക്സ് വാല്യൂ എൻ്റർ അടിക്കുന്നു. അപ്പോൾ നമുക്ക് എയും ബിയും കിട്ടിക്കഴിഞ്ഞു. ഇനി ഇതല്ല നമ്മളുടെ ചോദ്യം. എയും ബിയും കണ്ടുപിടിക്കുക എന്നുള്ള റിഗ്രഷൻ ലൈൻ ഫിറ്റ് ചെയ്യുക എന്നുള്ളതാ. അപ്പൊ റിഗ്രഷൻ ലൈൻ എങ്ങനെ നിങ്ങൾ എഴുതും ഇതിലേക്ക്? ഇതിൽ നിന്ന് അപ്പൊ നിങ്ങളുടെ ചോദ്യം റിഗ്രഷൻ ലൈൻ വൈ ഓൺ എക്സ് ആയിരുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ എ നിങ്ങൾക്ക് കിട്ടിയത് 0.40 എന്നും ബി നിങ്ങൾക്ക് കിട്ടിയത് 40 എന്നുമായിരുന്നു അല്ലേ? ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എഴുതേണ്ടത് ഇങ്ങനെയാണ്. ആൻസർ പേപ്പറിൽ നിങ്ങൾ ക്വസ്റ്റ്യൻ നമ്പർ ഇടുക. അപ്പോൾ 7th ക്വസ്റ്റ്യൻ ആണെങ്കിൽ 7 ക്വസ്റ്റ്യൻ ഇടുക. ഏതൊക്കെ ഫംഗ്ഷനാണ് നമ്മൾ യൂസ് ചെയ്തത്? സ്ലോപ്പും ഇന്റർസെപ്റ്റും. അതെങ്ങനെയാണ് എടുത്തത്? നമ്മൾ ഷോർട്ട് കട്ട് മെത്തേഡിലാണ് ചെയ്തതെങ്കിൽ പോലും നിങ്ങൾ ആക്ച്വൽ മെത്തേഡിൽ എങ്ങനെയാണ് ആക്ച്വൽ മെത്തേഡിൽ എടുക്കേണ്ടത് അങ്ങനെ തന്നെ വേണം ആൻസർ പേപ്പറിൽ എഴുതാൻ. ഫോർമുലാസ്, മോർ ഫങ്ഷൻസ്, സ്റ്റാറ്റിസ്റ്റിക്കൽ, സ്ലോപ്പ്, അതുപോലെ ഇത്രയും വീണ്ടും എഴുതിയിട്ട് ഇന്റർസെപ്റ്റ്. ഈ രണ്ട് ഫംഗ്ഷനാണ് യൂസ് ചെയ്തത്. ഇന്റർസെപ്റ്റ്. ഓക്കെ, ഇനി നമുക്ക് ഫിറ്റഡ് ലൈൻ. അപ്പോൾ റിഗ്രഷൻ ലൈൻ എക്സ് ഓൺ വൈ is given by y is equal to ax plus b എന്നായിരുന്നു. a നമുക്ക് കിട്ടി 0.40x plus b 40. ഇതാണ് നിങ്ങൾ ആൻസർ എഴുതേണ്ടത്. ഓക്കെ, ഇതുപോലെ തന്നെയാണ് റിഗ്രഷൻ ലൈൻ y ഓൺ x ചോദിച്ചാൽ. ഇനി ഇതേ ഡേറ്റ കൊണ്ട് തന്നെ റിഗ്രഷൻ ലൈൻ y ഓൺ എക്സ് ആണ് നമുക്ക് വേണ്ടതെന്ന് വിചാരിക്കുക. അപ്പോൾ y ഓൺ എക്സിന്റെ ഫോം നമ്മൾ എഴുതിയ എന്താണ്? y is equal to cy plus d എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് സിയും ഡിയുമാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സിയും വേണം, ഡിയും വേണം. അപ്പോൾ സി കിട്ടേണ്ടടുത്ത് നമ്മൾ കഴ്സർ കൊണ്ട് വെക്കുന്നു. ഈക്വൽ ടു സിക്ക് ഉപയോഗിക്കുന്ന ഫംഗ്ഷൻ സ്ലോപ്പ് എന്നുള്ളതാണ്. ഇവിടെ നോൺ വൈസ് എന്നുള്ളിടത്ത് എക്സ് വാല്യൂസ് ആണ് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. നോൺ എക്സ് എന്നുള്ളിടത്ത് വൈ വാല്യൂസും. അപ്പോൾ സ്ലോപ്പിന്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞു. ഇനി ഇന്റർസെപ്റ്റ് ഫംഗ്ഷൻ യൂസ് ചെയ്ത് ഡിയുടെ വാല്യൂ വേണം. ഇവിടെയും തിരിച്ചു മറിച്ച് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. നോൺ വൈസ് എന്നുള്ളിടത്ത് എക്സ് വാല്യൂസും നോൺ എക്സ് വൈസും. ഓക്കെ, അപ്പൊ സിയും ഡിയും നമുക്ക് കിട്ടിക്കഴിഞ്ഞു. .53യും 32.3. C is equal to 0.53, D is equal to 32.53 അല്ലേ? 32.53 അല്ലായിരുന്നു, 32.3.
ഓക്കെ, അപ്പൊ ഇതിന്റെ ആൻസർ നിങ്ങൾ എങ്ങനെ എഴുതാൻ പോകുന്നത്? ക്വസ്റ്റ്യൻ നമ്പർ ഇടുന്നു, ഫംഗ്ഷൻ യൂസ് ചെയ്ത പാത്ത്, ഫോർമുലാസ്, മോർ ഫംഗ്ഷൻസ്, സ്റ്റാറ്റിസ്റ്റിക്കൽ, സ്ലോപ്പ്, അതുപോലെ തന്നെ ഇന്റർസെപ്റ്റ് എടുക്കുന്നു. ഓക്കെ, ഇനി റിഗ്രഷൻ ലൈൻ y on x. y on x ന്റെ വാല്യൂ എങ്ങനെ വരും? x is equal to c y plus d ആയിരുന്നു. അപ്പൊ 0.53 y plus 32.3 ഇതാണ് നമ്മളോട് ഫിറ്റ് ചെയ്യാൻ ആവശ്യപ്പെട്ട റിഗ്രഷൻ ലൈൻ. ഓക്കെ, ഇനി നമുക്ക് തന്നിരുന്ന ഡേറ്റ എക്സും വൈയും, ഞാൻ എക്സ് വൈ എന്നാണ് ഹെഡിങ് കൊടുത്തതെങ്കിലും എക്സ് വാല്യൂസ് കറസ്പോണ്ട് ചെയ്തത് അച്ഛന്മാരുടെ ഹൈറ്റിനെ ആയിരുന്നു, ഹൈറ്റ്സ് ഓഫ് ഫാദർ ആയിരുന്നു. എക്സ് ഹൈറ്റ് ഓഫ് ഫാദറും വൈ ഹൈറ്റ് ഓഫ് സണ്ണുമായിരുന്നു. അച്ഛന്മാരുടെയും മകന്മാരുടെയും മക്കളുടെയും ഹൈറ്റുകൾ തമ്മിലുള്ള അല്ലെങ്കിൽ ഹൈറ്റിന്റെ ഡേറ്റയാണ് നമുക്ക് തന്നിരുന്നത്. ഇനി നമ്മളോട് കണ്ടുപിടിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് 70 ഇഞ്ച് ഹൈറ്റ് ഉള്ള 70 ഇഞ്ചസ് ഹൈറ്റ് ഉള്ള ഒരു അച്ഛന് അല്ലെങ്കിൽ അച്ഛന്റെ മകന് എത്ര ഹൈറ്റ് കാണും എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് എക്സ് വാല്യൂ 70 ആവുമ്പോൾ വൈ വാല്യൂ എന്താകും എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഇങ്ങനെ കറസ്പോണ്ടിങ് ടു സം എക്സ് വൈ വാല്യൂ കണ്ടുപിടിക്കാനും തിരിച്ചും കറസ്പോണ്ടിങ് ടു സം വൈ എക്സ് വാല്യൂ കണ്ടുപിടിക്കാനും നമ്മൾ യൂസ് ചെയ്യുന്ന ഫംഗ്ഷനാണ് ട്രെൻഡ്. ഓക്കെ, ഈ ട്രെൻഡ് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് നോക്കാം. അപ്പൊ നമ്മുടെ ഉദ്ദേശം തന്നിരുന്ന ഡേറ്റ തന്നെ, പക്ഷേ 70 ഹൈറ്റ് ഉള്ള ഒരു ഫാദറിന് എത്ര ഹൈറ്റ് ഉള്ള മകൻ ഉണ്ടാവുമെന്ന്, അതായത് എക്സ് വാല്യൂ 70 ആവുമ്പോൾ വൈ വാല്യൂ എന്താകുമെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അത് നമുക്ക് ഇവിടെ കിട്ടേണ്ടത് ഇവിടെയാണ്, ഈ സെല്ലിലാണ് നമുക്ക് ആൻസർ കിട്ടേണ്ടതെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ അവിടെ കൊണ്ട് ആൻസർ സെലക്ട് ചെയ്യുന്നു, ഈക്വൽ സൈൻ അടിക്കുന്നു. ട്രെൻഡ് എന്നൊരു ഫംഗ്ഷനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ട്രെൻഡ് സെലക്ട് ചെയ്യുന്നു. അപ്പോൾ ട്രെൻഡ് എടുക്കുമ്പോൾ തന്നെ നോൺ വൈസ്, നോൺ എക്സസ്, ന്യൂ എക്സസ്, കോൺസ്റ്റന്റ്, ഇങ്ങനെ 4 കാര്യങ്ങൾ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നോൺ വൈസ് എന്നുള്ളിടത്ത് വൈ വാല്യൂസ് സെലക്ട് ചെയ്ത് കൊടുക്കുക, കോമ ഇടുക. നോൺ എക്സ് എന്നുള്ളിടത്ത് എക്സ് വാല്യൂ, ആ 70 സെലക്ട് ചെയ്യേണ്ട, നമുക്ക് ഓൾറെഡി അറിയാവുന്ന എക്സ് വാല്യൂസ് സെലക്ട് ചെയ്ത് കൊടുക്കുക, കോമ. അടുത്ത ന്യൂ എക്സസ് എന്നൊരു പോർഷൻ ഉണ്ട്, അവിടെയാണ് ഏത് എക്സിന് കറസ്പോണ്ടിങ് ആണോ വൈ വേണ്ടത് അത് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. ഒന്നുകിൽ 70 എന്ന് അടിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ 70ക്ക് സെല്ല് സെലക്ട് ചെയ്ത് കൊടുത്താൽ സെൽ അഡ്രസ് അവിടെ വന്നോളും. വീണ്ടും കോമ ഇടുക. ഇനി ഒരെണ്ണം കൂടി ഉണ്ട്, കോൺസ്റ്റന്റ്. കോൺസ്റ്റന്റ് ഫോൾസ് എന്നോ ട്രൂ എന്നോ കൊടുക്കുക. ഫോൾസ് കൊടുക്കേണ്ടത് ബിയുടെ വാല്യൂ, അതായത് ഇക്വേഷനിലെ ബിയുടെ വാല്യൂ നമ്മൾ 1 ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലാണ്. ഇവിടെ അങ്ങനെയൊന്നുമില്ല, നോർമലായിട്ട് കാൽക്കുലേറ്റ് ചെയ്യണം. അതുകൊണ്ട് നമ്മൾ ട്രൂ കൊടുക്കുക. ട്രൂ എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, നമുക്ക് ആൻസർ കിട്ടിക്കഴിഞ്ഞു. 69.24, അതായത് 70 ഹൈറ്റ് ഉള്ള അച്ഛന് ഏകദേശം 69 പോയിന്റ് സംതിങ് ഹൈറ്റ് ഉള്ള ഒരു മകനായിരിക്കും ഉണ്ടായിരിക്കുന്നത്. ഇത്രയുമാണ് നമ്മൾ പ്രാക്ടിക്കൽ ഷീറ്റ് 5ലെ കാര്യങ്ങൾ. ഇനി നമ്മളോട് തിരിച്ചാണ് ചോദിച്ചിരുന്നത് വിചാരിക്കുക. അതായത് y തന്നിട്ടുണ്ട്, y ഒരു 66.5 എന്ന് തന്നിട്ട് എക്സ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടിയിരുന്നത്. അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന റിഗ്രഷൻ ലൈൻ ഏതാ? എക്സ് ഓൺ വൈ ആണ്. അതായത് എക്സ് is equal to സി വൈ പ്ലസ് ഡി എന്ന ഫോമിലുള്ള ലൈനാണ്. അവിടെ നിങ്ങൾ യൂസ് ചെയ്യേണ്ട ഫംഗ്ഷൻ ട്രെൻഡ് തന്നെയാണ്, പക്ഷെ ഒരു വ്യത്യാസം, നമ്മൾ നേരത്തെ ചെയ്ത പോലെ നോൺ എക്സസ് എന്നുള്ളിടത്ത് വൈ വാല്യൂസും നോൺ വൈസ് എന്നുള്ളിടത്ത് എക്സ് വാല്യൂസും വേണം സെലക്ട് ചെയ്ത് കൊടുക്കാൻ. ന്യൂ എക്സ് എന്നുള്ളിടത്ത് നമുക്ക് തന്നിരിക്കുന്ന 66.5 തന്നെയാണ് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. ഓക്കെ, അത് ഓർമ്മിച്ച് വെച്ചിരുന്നാൽ മതി. അത്രേ ഉള്ളൂ പ്രാക്ടിക്കൽ ഷീറ്റ് 5. താങ്ക് യു ഫോർ വാച്ചിങ്.